ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതാപ, അതെ, ഒരു കാര്യം കൂടി പറയാനാ ഞാൻ നിന്നെ കാത്തുനിന്നേ. എന്താ ചേച്ചി? ഞാൻ പ്രസവിച്ചില്ലാന്നേ ഉള്ളൂ. ഞാൻ വളർത്തിയത് അവളെ. അതുകൊണ്ട് അവളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാ. നീ തെറ്റിദ്ധരിക്കരുത്. കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ചേച്ചി. മറ്റൊന്നുമല്ല, ഋതികയുടെ ബാങ്ക് അക്കൗണ്ടേ ഞാനൊന്ന് ഫ്രീസ് ചെയ്യിപ്പിച്ചു. എന്താ പ്രതാപ, അതിന് നിങ്ങളും കുഴപ്പമുണ്ടോ? അല്ല, അത് മോശമായി ചേച്ചി. കല്യാണം കഴിപ്പിച്ച് വിട്ടോടനെ അത് ചെയ്ത് ഒട്ടും ശരിയായില്ല. ഞാനങ്ങനെ ചെയ്തതിൽ ഒത്തിരി കാരണങ്ങളുണ്ട് പ്രതാപ. 100% അതവളുടെ ഭാവിക്ക് വേണ്ടിയാ. എന്തായാലും അതിന്റെ ആവശ്യം തൽക്കാലം ഉണ്ടായിരുന്നില്ല. എന്തേലും ഒരു ആവശ്യം അവൾക്ക് നേരിട്ട അവൾക്ക് രാജുവിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ? അവളുടെ അക്കൗണ്ട് നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കുന്ന കാര്യം രാജു അറിഞ്ഞ നമുക്കല്ലേ ചേച്ചി നാണക്കേട്? അവള് ഒന്നുമില്ലാത്തവളൊന്നുമല്ലല്ലോ. ഈ കാണുന്ന സ്വത്തും സൂര്യമംഗലത്തെ സ്വത്തൊക്കെ അവൾക്കുള്ളതല്ലേ? കോടീശ്വരി അവള്. ഇപ്പോ സ്വന്തം മൊബൈൽ ഫോണിന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ അവൾ എന്ത് ചെയ്യും? നമുക്ക് നാണക്കേടയച്ചി. അതിലുപരി അവള് വിഷമിക്കുകയും ചെയ്യും. അത് ശരി, അവള് വിഷമിക്കുന്നതൊക്കെ ഇപ്പൊ നിനക്ക് പ്രശ്നമാണല്ലേ? ഞാൻ ശരിയാക്കി തരാം. ഋതുമോളുടെ സ്വഭാവമേ ശരിക്കും നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. വലിയ ധാരാളിയാ അവള്. രാജുവിന്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കണ്ട് അവള് വാരിക്കോരി പണം ചെലവാക്കും. ചെലവാക്കട്ടെ ചേച്ചി, അവൾ സമ്പത്തുള്ളവളല്ലേ. കടം മേടിച്ചല്ലോ ചെലവാക്കുന്നേ. നിനക്ക് കാര്യം മനസ്സിലാവുന്നില്ല. പണം വാരിക്കോരി ചെലവാക്കിയല്ല മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കേണ്ടത്. അത് നല്ല പെരുമാറ്റം കൊണ്ടും സ്വഭാവ മഹിമ കൊണ്ടുവാ. ഋതിക അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സില് ഒരു മഹാലക്ഷ്മിയെ പോലെ ആവണ്ടേ? അതിനിപ്പോ അവിടെ എന്താ ചേച്ചി പ്രശ്നം? രാജുവിന്റെ വീട്ടിലെ എല്ലാവർക്കും ഋതിക ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷേ ഋതികയുടെ കയ്യില് പണം ഇല്ലാതിരിക്കുന്നതാ തൽക്കാലം നല്ലത്. അവളൊരു കുടുംബജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആരംഭത്തിലെ തന്നെ പരുക്ക് പറ്റരുത്. എന്റെയും മകളല്ലേ അവള്. ചേച്ചി ഒരു കാര്യം ചെയ്യുമ്പോ അതിലൊരു നന്മ ഉണ്ടായിരിക്കുമല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇപ്പൊ മനസ്സിലായോടാ? ഇങ്ങനെയാ ഈ പൊട്ടനെ കൈകാര്യം ചെയ്യേണ്ടത്. എന്റെ അമ്മയൊരു സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാ. വല്ലാത്തൊരു മനഃശാസ്ത്രം. അകലേ നോവിനാലേ